ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. എക്സാമിന് ക്ലിയർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ തിരഞ്ഞു പിടിച്ചെന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, 9th സ്റ്റാൻഡേർഡിലുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അത് മാത്രമല്ല, ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ലോജിക്കലി നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ടൈം കളയാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 24 rupees. ഓക്കെ, ദി പ്രൈസ് ഓഫ് ദി പെൻ ആൻഡ് 2 പെൻസിൽ ഈസ് 30 rupees. ആദ്യം തന്നിരിക്കുന്നു ഒരു പെന്നിൻ്റെയും ഒരു പെൻസിലിൻ്റെയും തുക 24 രൂപയാണ്. അടുത്ത പോയിന്റ് എന്താണ്? ദി പ്രൈസ് ഓഫ് ഒരു പെന്നും അതേപോലെ തന്നെ 2 പെൻസിലും ആകുന്ന സമയത്ത് എത്രയാണ്? 30 രൂപയാണ്. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് എ പെൻസിൽ, വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് എ പെൻ? അതായത് രണ്ടിൻ്റെയും 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഓരോ പെന്നിൻ്റെയും പൈസ, ഒരു പെന്നിൻ്റെയും ഒരു പെൻസിലിൻ്റെയും ക്യാഷ് പൈസ എത്രയാണ് കണ്ടുപിടിക്കാൻ ആണ് നമ്മളോട് ചോദ്യം വന്നിട്ടുള്ളത്. നമ്മളിതിനെ ഒരു പോളിനോമിയൽ എക്സും വൈ എന്ന രീതിയിലേക്ക് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അല്ലേ. ദി പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 24 rupees ആണ്. ഓക്കെ, അതുകൊണ്ട് പെന്നിൻ്റെ ഒറിജിനൽ പൈസ നമുക്ക് പ്രൈസ് ഓഫ് പെന്നും പെൻസിലും കാണും. പെന്നിനെ നമുക്ക് എക്സ് എന്ന് എഴുതുന്നു, അതേപോലെ പെൻസിലിനെ വൈ എന്നും നമ്മൾ എഴുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദി പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 24 rupees. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും എന്ത്? 24 അല്ലേ. പെൻ എക്സ് ആണ്, പെൻസിൽ വൈ ആണ്, എക്സ് പ്ലസ് വൈ 24 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ് കണ്ടീഷൻ? ദി പ്രൈസ് ഓഫ് ദി പെൻ ആൻഡ് 2 പെൻസിൽ, പ്രൈസ് ഓഫ് പെൻ എന്താണ്? എക്സ് ആണ്. അതേപോലെ തന്നെ 2 പെൻസിൽ തന്നെ 2 പെൻസിൽ 30 rupees ആണ് അല്ലേ. 2 പെൻസിൽ 30 rupees ആണ്. 2 വൈ 30 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എക്സും വൈയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കണ്ടീഷനാണ് തന്നിരിക്കുന്നത്, 1 ആൻഡ് 2. എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനോട് നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? എക്സ് എന്ന സംഖ്യ എലിമിനേറ്റ് ആയി പോകുന്നു അല്ലേ. എക്സ് എലിമിനേറ്റ് ആയി പോകുന്നു, വൈ മാത്രമായിട്ട് വരുന്നു അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഈക്വൽ ടു 30 മൈനസ് എന്താണ് വരുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24 അല്ലേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24 ആണ്. ആൻസർ എന്താണ് വരിക? സബ്സ്ട്രാക്ട് ചെയ്ത ആൻസർ എന്താണ് വരിക? എക്സും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ, 0 ആണ്. 2y മൈനസ് വൈ എത്രയാണ്? വൈ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 30 മൈനസ് 24 എത്രയാണ്? 6 ആണ് ആൻസർ. അപ്പോൾ വൈയുടെ ആൻസർ കിട്ടി, വൈ ഈക്വൽ ടു 6. വൈ എന്താണ്? പെൻസിലാണ് അല്ലേ. പെൻസിലിൻ്റെ റേറ്റ് എത്രയാണ്? 6 rupees ആണ് എന്ന് നമുക്ക് കിട്ടി. 6 rupees ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പെന്നിൻ്റെ എത്രയായിരിക്കും? പെൻ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? എക്സ് പ്ലസ് വൈ ആണ് 24, എക്സ് ആണ് പെന്ന് അല്ലേ. എക്സ് ആണ് പെന്ന്, വൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 6. എക്സ് പ്ലസ് 6 ഈക്വൽ ടു 24 ആണ്. മീൻസ് എക്സ് ഈക്വൽ ടു 24 മൈനസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 18. അപ്പോൾ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്? പെന്നിന് എത്രയാണ് വരുന്നത്? പെൻ എക്സ് ആണ്, എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. 18 എന്നും ഫൈൻഡ് ചെയ്തു. വൈ പെൻസിലാണ്, പെൻസിലിൻ്റെ റേറ്റ് എത്രയാണ് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്? 6 ആണ്. സെക്കൻഡ് ഇക്വേഷൻ, 2 ഇക്വേഷൻ നമ്മൾ എക്സും വൈയും വെച്ച് ഫോം ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനോട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് നേരെ ആൻസറിലേക്ക് എത്തുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. ഒരു ടേം എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ആൻസറിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പോളിനോമിയൽ ചെയ്ത് ഇക്വേഷൻസ് ഫോം ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇൻ ദി ഫിഗർ ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി ലാർജ് സ്ക്വയർ ഈസ് 4 centimeter. ഓക്കെ, ലാർജ് സ്ക്വയർ ഈസ് 4 centimeter. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ? ഇവിടെ ലാർജ് സ്ക്വയർ ഏതാണ്? ഇതാണല്ലേ. ലാർജ് സ്ക്വയർ ഏതാണ്? ഇതാണ് ഇവിടെയുള്ള ലാർജ് സ്ക്വയർ അല്ലേ.
ലാർജ് സ്ക്വയർ ഇത്രയും വലിയ ലാർജ് സ്ക്വയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് സ്മോൾ സ്ക്വയർ? സ്മോൾ സ്ക്വയർ ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ? ഇതാണ് ഇവിടുത്തെ സ്മോൾ സ്ക്വയർ. 2 സ്ക്വയറും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ചോദ്യം വന്നിരിക്കുന്നു, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ? വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ 4 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? 4 സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ 4 സൈഡും സ്ക്വയറിൻ്റെ ഐഡിയ വെച്ചിട്ട് എന്താണ്? 4 സൈഡും ഈക്വൽ ലെങ്ത് ആണ് അല്ലേ? 4 സെൻറ്റിമീറ്റർ ആൻഡ് ഹിയർ ഈസ് ഓൾസോ 4 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ? സ്മോൾ സ്ക്വയർ ഇതാണ്. സ്മോൾ സ്ക്വയറിൻ്റെ നടുക്കൂടെ ഡയഗണൽ പോകുന്നുണ്ട്. ഇതാണല്ലേ ആ ഡയഗണൽ? ഇതാണ് ആ ഡയഗണൽ, നടുക്കൂടെ പോകുന്ന ഡയഗണൽ. ആ ഡയഗണൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ ലാർജർ സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നെയാണ് സ്മോളർ സ്ക്വയറിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചു, എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ? സ്മോൾ സ്ക്വയറിൻ്റെ, ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള ഡയഗണൽസിനും എത്ര ഡയഗണൽസ് വരച്ചിട്ടുണ്ടെങ്കിലും ആ സൈഡിൽ ഡയഗണൽസ് വരച്ചാലും അതേ സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും, അതേ ലെങ്ത് തന്നെ ആയിരിക്കും, നമുക്കറിയാം അല്ലേ? ഉള്ളിൽ ഈ ഒരു ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, അതേപോലെ തന്നെ ഈ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി സ്മോളർ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളർ സ്ക്വയറിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും ഒരു ഏരിയയുടെ ലെങ്ത് എന്ന് പറയും, ഇത്രയും ഒരു ഏരിയ A to B, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 4 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ നമുക്ക് ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ ആണ് കാണേണ്ടത്. ഏരിയ ഓഫ് സ്മോളർ സ്ക്വയർ which is equal to L into B which is equal to A സ്ക്വയർ ആണ്. L into L അല്ലെങ്കിൽ A into A which is equal to A സ്ക്വയർ ആണ്. ഇവിടെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്മോളർ സ്ക്വയർ ഇതാണേ. സ്മോളർ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡയഗണലിൻ്റെ പകുതിയാണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 2 സെൻറ്റിമീറ്റർ ആണ്. ഇതും ഓൾറെഡി എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഏരിയ ഓഫ് ദി സ്മോളർ സ്ക്വയർ? L ഇൻറ്റു ബി അല്ലെങ്കിൽ A ഇൻറ്റു A വിച്ച് ഈസ് ഈക്വൽ ടു A എത്രയാണ്? ഓൾറെഡി ഒരു സൈഡിന് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ സ്മോളർ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. സ്മോളർ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. കൃത്യമായിട്ട് ആ ഒരു ഫിഗർ നമ്മൾ അനലൈസ് ചെയ്യുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്യുന്ന സമയത്ത് 2 സ്ക്വയർ ഉണ്ട്. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് സ്ക്വയർ ആയിട്ട് വരുന്നത്. ആ സ്ക്വയറിൻ്റെ ഡയഗണലാണ് ആദ്യത്തെ ലാർജർ സ്ക്വയറിൻ്റെ ഒരു സൈഡായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ ഒരു സൈഡിൽ ഓൾറെഡി പകുതി, ആ ഡയഗണലിലെ പകുതിയാണ് സ്മോളർ സ്ക്വയറിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്മോളർ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്? A സ്ക്വയർ അഥവാ L ഇൻറ്റു L വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ അല്ലേ? ആൻസർ ഇത് അവിടെയുണ്ട്, 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 3/10? 3/10നെ നമുക്കിങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാൻ പറ്റും. 3/10 ടെൻസ് പ്ലേസിലേക്ക് നമ്മൾ എഴുതണം എന്നാണ് പറയുന്നത് അല്ലേ? 3/10 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3/10നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു ടെൻസ് പ്ലേസ് ആണ്. ടെൻസ് പ്ലേസിലാണ് 0 വരേണ്ടത്. 0.3 ആണ് 3/10. ഡെസിമൽ പ്ലേസിലേക്ക് നമ്മൾ എഴുതുമ്പോൾ 0.3 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫ്രാക്ഷണൽ ഫോം ഓഫ് 0.003? 0.003യുടെ ഫ്രാക്ഷണൽ ഫോം ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ബി. 0.003 എങ്ങനെ എഴുതാൻ പറ്റും? 3 എത്രയാണ്? 0 എത്രയാണ്? 3 1 2 3 3 ടൈംസ് ആണ്. 3/1000 ആണ്.
സീറോ നോക്കുക, എത്ര സീറോ ആണ്? 3 എണ്ണമാണ്. 3 എണ്ണമാണെങ്കിൽ 3 എണ്ണം വെച്ച് എഴുതുന്നു. ഇവിടെ ഒരെണ്ണമാണ് എഴുതുന്നത്, അതുകൊണ്ട് ഒരു സീറോ ഇപ്പുറത്ത് എഴുതുന്നു, പോയിൻ്റ് എഴുതി. സിമ്പിൾ അല്ലേ? 3/1000 ആണ് നമ്മുടെ ആൻസറായിട്ട് വന്നത്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എക്സും വൈയും തന്നിരിക്കുന്നു. ദി പ്രൊഡക്റ്റ് ഓഫ്, അതിൻ്റെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്? x+1 × y+1 = xy+x+y+1. ഓക്കെ. ദി പ്രൊഡക്റ്റ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 315. ഏതോ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ്, സേ എക്സ് ആൻഡ് വൈ. ഓക്കെ. ആ രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും എന്താണ് ഈ പ്രൊഡക്റ്റാണ് എന്ത് പറയുന്നത്? 315. ആൻഡ് ദെയർ സം ഈസ് 36. അതിൻ്റെ സം എന്ന് പറയുന്നത്, അതായത് x+y, രണ്ട് നമ്പേഴ്സ് എടുത്തു, അതിൻ്റെ x+y എത്രയാണ്? 36 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ യൂസിങ് ദി എബോവ് പ്രിൻസിപ്പിളോട് തന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. x+1 × y+1 = xy+x+y+1. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ അടുത്ത നമ്പേഴ്സിൻ്റെ സംഖ്യകൾ, അതായത് എക്സും വൈയും, x+1 y+1 എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുക? xy പ്രൊഡക്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? എക്സും വൈയും, ടു നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഈസ് 315. ഓക്കെ. ആൻഡ് ദെയർ സം ഈസ് 36 ആണ്. അന്നേരം x+y = 36 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം വന്നിരിക്കുന്നത് ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്, അടുത്ത രണ്ട് പ്രൊഡക്റ്റിൻ്റെ x+1-ൻ്റെയും y+1-ൻ്റെയും പ്രൊഡക്റ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുക. യൂസിങ് ദി എബോവ് പ്രിൻസിപ്പിൾ ആണ്. which is equal to x+1 × y+1. ഈ ഒരു രീതിയിൽ എഴുതണം അല്ലേ. xy plus x+y+1 ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ആൻസർ കൊണ്ടുവരണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. xy എന്താണ്? നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത്. xy എന്താണ്? നമുക്കറിയാം. xy എന്താണ്? 315 ആണ്. 315 എഴുതി. പ്ലസ് x+y+1 ആണ്. എക്സും വൈയും, x+y ഓൾറെഡി കണ്ടുപിടിച്ചു, 36 ആണ്. 36 ഒരു +1 കൂടിയുണ്ട്, +1. ഓക്കെ. which is equal to 315 + 37 ആണ്. which is equal to 315 + 37 ആണ്. 315 + 37 എത്രയാണ് നമുക്ക് കിട്ടുന്നതാണ്? 352 അല്ലേ. which is equal to 352 ആണ് ആൻസറിലേക്ക് വരുന്നത്. ആ രണ്ട് നമ്പേഴ്സിൻ്റെയും കൂടെ ഒരു നമ്പറും കൂടെ കൂട്ടിയതിന് ശേഷം അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് എത്രയാണ് കിട്ടുന്നത്? 352 ആണ് നമ്മളെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ആൻസറും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫിഗറാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഇൻ ദി ഗിവൺ ഫിഗർ ആംഗിൾ എ = ആംഗിൾ ആർ. ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ആംഗിൾ എ എവിടെ? ആംഗിൾ എ തന്നിരിക്കുന്നു. ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി = ആംഗിൾ ക്യൂ. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. ആൻഡ് എ ബി = 12 സെൻറ്റിമീറ്റർ. എ ബി = 12 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി = 6 സെൻറ്റിമീറ്റർ. ബി സി = 6 സെൻറ്റിമീറ്റർ. എ സി = 9 സെൻറ്റിമീറ്റർ. ക്യു ആർ = 4 സെൻറ്റിമീറ്റർ. ക്യു ആർ നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ആണ്. ക്യു ആർ 4 സെൻറ്റിമീറ്റർ ആണ്. പി ആറും പി ക്യൂവും കണ്ടുപിടിക്കാനാണ്. പി ആർ ആൻഡ് പി ക്യൂ. പി ആറും പി ക്യൂവും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു രണ്ട് ഫിഗർ കാണുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വലാണ്, ആംഗിൾ ക്യൂവും ഈക്വലാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വലാണ്. ഈ രണ്ട് ആംഗിൾ ഈക്വലാണ്. ആംഗിൾ ഈക്വലാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സൈഡ്സിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആവാൻ സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ തിയറം പഠിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഇവിടെ 12 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ രണ്ടെണ്ണം ഈക്വലാണ്. ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിട്ടായിരിക്കും രണ്ടാമത്തെ
ട്രയാങ്കിൾ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 ആണ്, 12 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ 12ൻ്റെ എത്ര പെർസെൻറ്റേജ് കുറവാണ്? 4 സെൻറ്റിമീറ്റർ. 4ൻ്റെ എത്ര? 3 ടൈംസ് ബിഗർ ആണ് 12 അല്ലേ? 3 ടൈംസ് ആണ് ഇങ്ങോട്ട് പോയത്. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ ആണെങ്കിലും 3യുടെ ആണെങ്കിലും അതേ രീതിയിലേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. വിച്ച് ഈസ് ഈക്വൽ ടു പി ആർ. പി ആർ എത്രയായിരിക്കും? പി ആർ എത്രയായിരിക്കും അപ്പോൾ വരിക? പി ആർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 3 ആയിരിക്കും 6. പി ആർ ഇൻറ്റു 3 ആയിരിക്കും 6. പി ആർ ഇൻറ്റു 3 ഈക്വൽ ടു 6. പി ആർ എത്രയായിരിക്കും? ഈക്വൽ ടു 6/3 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. പി ആർ അപ്പോൾ എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ക്യു എല്ലാവർക്കും കണ്ടുപിടിക്കാമല്ലോ. പി ക്യു ഇൻറ്റു 3 ആയിരിക്കും എത്ര? പി ക്യു ഇൻറ്റു 3 ആയിരിക്കും 9 സെൻറ്റിമീറ്റർ അല്ലേ? പി ക്യു ഇൻറ്റു 3 ആയിരിക്കും 9 സെൻറ്റിമീറ്റർ. അപ്പോൾ പി ക്യു ഈക്വൽ ടു 9/3 ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു പി ക്യു 3 സെൻറ്റിമീറ്റർ. രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലൈൻസ് ആയിട്ട് വരുന്ന സെഗ്മെൻറ്റ്സ് എന്തായാലും ബൈസെക്റ്റ് ചെയ്ത് സിമ്പിളായിട്ട് വരും എന്നുള്ളത്, മിനിയേച്ചറായിട്ട് വരും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഡിവൈഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 5th ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 പൈ സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ അഥവാ സർക്കംഫറൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 പൈ സെൻറ്റിമീറ്റർ, 10 പൈ സെൻറ്റിമീറ്റർ ആണ് എന്താന്നിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ? സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. പെരിമീറ്റർ അഥവാ 2πr അഥവാ പെരിമീറ്റർ, സർക്കംഫറൻസ് അഥവാ പെരിമീറ്റർ ഓർ സർക്കംഫറൻസ് ഈക്വൽ ടു എത്രയാണ്? 2πr ആണ്. നമുക്ക് 2πr ആണ്. എത്രയാണ് തന്നിരിക്കുന്നത്? സർക്കംഫറൻസ് തന്നിരിക്കുന്നത് 10 പൈ സെൻറ്റിമീറ്റേഴ്സ് ആണ്. 10 പൈ ആണ്, 10 പൈ സെൻറ്റിമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റേഡിയസ്? ആർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആർ ഈക്വൽ ടു എത്ര എന്നാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ എഴുതുന്നു. 2πr ഈക്വൽ ടു 10 പൈ ആണ്. പൈയും ക്യാൻസൽ ചെയ്യാലോ. 2r ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 10/2 ആണ്. ഇസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തി അല്ലേ? എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, സർക്കംഫറൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? 2πr ആണ്. അത് ക്ലിയർ ആയിട്ട് നമ്മൾ എടുത്തെഴുതുന്നു. 2πr വിച്ച് ഈസ് ഈക്വൽ ടു, നേരെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 10 പൈയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസറിലേക്ക് എത്ര വന്നു? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ആർ ഈക്വൽ ടു എത്രയാണ്? 2πr ഈക്വൽ ടു 10 പൈ, 2r ഈക്വൽ ടു 10 ആൻഡ് r ഈക്വൽ ടു 10/2 വിച്ച് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr ആരും മറക്കില്ല. അതുപോലെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? πr² ആണ് എന്നതും ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ആൻഡ് വൈ ആർ 2 നാച്ചുറൽ നമ്പേഴ്സ്. എക്സ് പ്ലസ് വൈ പ്ലസ് 18xy ഈക്വൽ ടു 45 ആണെങ്കിൽ വാട്ട് ഈസ് എക്സ് മൈനസ് വൈ? എക്സ് മൈനസ് വൈ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിനോമിയൽ നമുക്ക് അതുവഴി എഴുതാലോ. എക്സ് പ്ലസ് വൈ പ്ലസ് 18xy വിച്ച് ഈസ് ഈക്വൽ ടു 45. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ നമുക്ക് എഴുതാം? എക്സ് പ്ലസ് 18xy പ്ലസ് വൈ മൈനസ് 45 ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം അല്ലേ? അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 18xy പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് 45 ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? എക്സ് മൈനസ് വൈ നമ്മളോട് ഫൈൻഡ് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് വാല്യൂവും വൈ വാല്യൂവും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് വൈയിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് ഫൈൻഡ് ചെയ്യാം? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് AC divided by 2a minus b plus or minus root of b square minus 4ac all divided by 2a യിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു
മൈനസ് ബി പോളിനോമിയൽ ഇതാക്കേണ്ട ഇക്വേഷനാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2ab മൈനസ് ബി സ്ക്വയർ ബൈ 2a എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു? 18xy പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് 45 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 18 ഇൻറ്റു 45 വിച്ച് ഈസ് ഈക്വൽ ടു 220 പ്ലസ് 224 ഡിവൈഡഡ് ബൈ 2a എത്രയാണ്? 2 ഇൻറ്റു 18 ഈക്വൽ ടു 36 ആണ്. ആൻസറിലേക്ക് വന്നില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? റൂട്ട് 225 1 പ്ലസ് 224 എന്ന് പറഞ്ഞാൽ 25 ആണ്, -1 പ്ലസ് ഓർ മൈനസ് 225 എന്ന് പറഞ്ഞാൽ 15 ആണ്, 1 പ്ലസ് 15 ബൈ 36 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 16/36 എന്ന ആൻസറിലേക്ക് സിമ്പിളായിട്ട് നമ്മളെത്തി അല്ലേ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പോളിനോമിയൽ എങ്ങനെ നമ്മൾ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2ab ബൈ 4a എന്ന രീതിയിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാം എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. 7ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm, 6 cm and 8 cm. Draw a right triangle of same area with one side and 8 cm. ഓക്കെ, ഒരു ട്രയാങ്കിൾ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കണ്ട, ഒരു ട്രയാങ്കിൾ ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 cm, 6 cm and 8 cm. ഇത് നമ്മൾ കോമ്പസ് വെച്ച് നമ്മളൊരു രീതിയിൽ എഴുതേണ്ടതാണ്. എങ്ങനെയാണ് ഈ ഒരു ഡ്രോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ഓക്കെ, വിത്ത് 5 cm, 6 cm and 8 cm ആണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ വരയ്ക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ABC എന്ന ആ ട്രയാങ്കിൾ. ABC ആണ് ആദ്യത്തത്. AB എന്ന് എഴുതുക. 8 cm നമ്മൾ വരച്ചു വെക്കുന്നു. പിന്നെ നമ്മളോട് പറഞ്ഞ 6 cm അതേപോലെ തന്നെ 5 cm ആണ്. 8 cm ഓൾറെഡി നമ്മൾ ചെയ്ത്, 6ഉം 5ഉം ആണ്. കോമ്പസിൽ കൃത്യമായിട്ട് 5 cm പെൻസിൽ വെച്ചതിന് ശേഷം 5 cm കൃത്യമായിട്ട് നമ്മൾ കോമ്പസിൽ സെറ്റ് ചെയ്ത് നോക്കി വെക്കുന്നു. കോമ്പസിൽ നമ്മൾ നമ്മുടെ സ്കെയിൽ റൂളറിൽ നമ്മൾ കൃത്യമായിട്ട് 5 cm സെറ്റ് ചെയ്ത് വെക്കുന്നു. 5 cm സെറ്റ് ചെയ്യുന്നതിന് ശേഷം കോമ്പസിൻ്റെ പോയിൻ്റ് വെച്ചതിന് ശേഷം 5 cm വരുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. കൃത്യമായിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. 5 cm ഒരു ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ആർക്ക് വരച്ചു. നേരെ അടുത്തത് 6 cm ആണ്. 6 cm എയിൽ നിന്ന് 6 cm വെച്ച് മറ്റൊരു ആർക്കും കൂടെ വരയ്ക്കുന്നു. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കണ്ടല്ലോ, ആ പോയിന്റിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുന്നു. C എന്ന പോയിൻ്റ് ഇടുന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിരിക്കും? ക്ലിയർ ആയിട്ട് എത്രയായിരിക്കും? 6 cm ഇത് 5 cm ആണ്. ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എങ്ങനെയാണ്? കൃത്യമായിട്ട് കോമ്പസ് എടുക്കുന്നു, റൂളറിൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 cm മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒരു കറക്റ്റ് ഈ പോയിന്റിൽ 8 cm പോയിന്റിൽ ഒരു പോയിന്റ് വെച്ചതിന് ശേഷം കൃത്യമായിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ അടുത്തത് ട്രയാങ്കിളാണ് വേണ്ടത്. 5 cm വെച്ചിട്ട് 6 cm വെച്ചിട്ട് വീണ്ടും ഒരു ആർക്ക് ഇവിടെയും വരയ്ക്കുന്നു. ക്ലിയർ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ആൻസർ 5 cm 6 cm ചെയ്യുന്നു. ആൻസറിലേക്ക് എത്തുന്നു. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് ആൻസറിലേക്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ വരയ്ക്കേണ്ട കാര്യങ്ങൾ, ഡ്രോ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാം വരുന്നത്. ക്ലിയർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണ് നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി സം ഓഫ് 2 numbers is 29 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 5. സം ഓഫ് 2 numbers is 29. 2 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 29 ആണ്. അതായത് x + y = 29. അപ്പോൾ എന്താണ് അടുത്തത്? ആൻഡ് ദ ഡിഫറൻസ് ഈസ് 5. ഡിഫറൻസ് x + y എത്ര? 29ഉം x - y എത്രയാണ്? 5ഉം ആണ്. വാട്ട് ആർ ദി നമ്പേഴ്സ്? എക്സും വൈയും എന്താണ്? എക്സ് എത്രയാണ്?
അതേപോലെ y എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എക്സ് പ്ലസ് വൈ 21 എക്സ് മൈനസ് വൈ 5 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തു. എങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷനോട് സെക്കൻഡ് ഇക്വേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ y എന്ന ടേമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ. ഫസ്റ്റ് ഒന്നുകൂടെ പറയുന്നു, ഫസ്റ്റ് ഇക്വേഷനോട് സെക്കൻഡ് ഇക്വേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് y പ്ലസ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എത്രയാണ്, y എന്ന ടേം അവിടെ ക്യാൻസലായി പോകുന്നു. വിച്ച് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷനാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 29 പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 ആണ്. ആഡ് ചെയ്യുന്നു. എക്സ് പ്ലസ് എക്സ് എത്രയാണ്, 2x ആണ്. y മൈനസ് വൈ 0 പോയി. 29 പ്ലസ് 5 എത്രയാണ് വരുന്നത്, 34 ആണ് അല്ലേ. 34 അങ്ങനെ ആകുമ്പോൾ എക്സ് എന്താണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 34/2 എത്രയാണ് വരുന്നത്, 17 ആണല്ലേ. 17 ആണ് ആൻസർ. എക്സ് കിട്ടി. എക്സ് 17 കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി വൈയുടെ വാല്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. വൈയുടെ വാല്യൂ പുട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇൻ ഇക്വേഷൻ 2. രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ വൈയുടെ വാല്യൂ കൊടുക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈയുടെ വാല്യൂ എത്രയാണ്, 17 ആണല്ലേ. 17 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 ആണ്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 5 മൈനസ് 17 അങ്ങോട്ടേക്ക് പോകുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. 5 പ്ലസ് 17 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത്, 22 ആണ്. എക്സിൻ്റെ വാല്യൂ അപ്പോൾ 22 എന്ന് നമുക്ക് കിട്ടുന്നു അല്ലേ. സിമ്പിൾ അല്ലേ. എക്സിൻ്റെ വാല്യൂ 22 എന്ന് നമുക്ക് കിട്ടുന്നു. വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. വൈയുടെ വാല്യൂ 22 എന്ന് നമുക്ക് കിട്ടുന്നു. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ ആയിട്ട് ആൻസർ മനസ്സിലായില്ല. എക്സും വൈയും കാണുന്നത് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം രണ്ട് ഇക്വേഷനും ഒരു ടേം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തിട്ട് ആ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്ത് എക്സും വൈയും കാണുന്നു. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പോൾ 10th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത്ത് 11 സെൻറ്റിമീറ്റർ. ലൈൻ വരയ്ക്കാനാണ് 11 സെൻറ്റിമീറ്റർ. ഡിവൈഡ് ദി ലൈൻ ഇൻ റേഷ്യോ 4:5. 4:5 എന്ന റേഷ്യോയിലേക്ക് 11 സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈനിനെ ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് റൂളറും അതേപോലെ തന്നെ കോമ്പസും വെച്ച് ചെയ്യേണ്ടതാണ്. ഐഡിയ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ്, 11 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. റൂളറിൽ 11 സെൻറ്റിമീറ്റർ എടുക്കുന്നു. 11 സെൻറ്റിമീറ്റർ സേ എ ബി എന്ന ലൈൻ 11 സെൻറ്റിമീറ്ററിലുള്ള എ ബി എന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നത്. അതിനെ 4:5 എന്ന റേഷ്യോയിലാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. 4:5 11നെ 4:5 എന്ന റേഷ്യോയിലേക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്രയാണ് നമ്മൾ കോമ്പസിൽ എടുക്കേണ്ടത്, 11 × 4/5 എത്രയാണ് നമ്മൾ ചെയ്യണം അല്ലേ. 11 × 4/5 ചെയ്താൽ എത്ര വരും, 44/5 ആണ്. ചെയ്താൽ എത്രയായിരിക്കും കിട്ടുന്നത്, 44 / 5. 8 × 5 = 44 ആണ്. 40 8 × 5 = 40. ഓക്കെ 8.8 സെൻറ്റിമീറ്റർ. 8.8 സെൻറ്റിമീറ്റർ. റൂളറിൽ ക്ലിയർ ആയിട്ട് 8.8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡ് ബിയിൽ നിന്ന് കൃത്യമായിട്ട് കോമ്പസ് എടുക്കുന്നു, വരയ്ക്കുന്നു. 8.8 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു, എക്സ് ഇടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 8.8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് ക്ലിയർ ആയിട്ട് 4:5 എന്ന റേഷ്യോയിൽ തന്നെ ആയിരിക്കും. 4:5 എന്ന റേഷ്യോയിലായിരിക്കും നമ്മൾ 8.8 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് ആൻസറിലേക്ക് വരുന്നത്. ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് റേഷ്യോ നമ്മൾ കാണുന്നത്. ആ രീതിയിലേക്ക് നമ്മൾ ഒരു ലൈനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സർക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, എങ്ങനെ വരയ്ക്കണമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണ് 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദി നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു √12 × √27. √12 × √27. അതേപോലെ ബി ക്വസ്റ്റ്യൻ √1
1/12 ഇൻറ്റു റൂട്ട് 4/27 എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? റൂട്ട് 12 ഇൻറ്റു റൂട്ട് 27 എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? രണ്ട് സംഖ്യകളും റൂട്ടിനുള്ളിലാണ് അല്ലേ? രണ്ട് സംഖ്യകളും റൂട്ടിനുള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 12 ഇൻറ്റു റൂട്ട് 27 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 12 ഇൻറ്റു 27 നമുക്ക് എഴുതാം അല്ലേ? റൂട്ട് ഓഫ് 12 ഇൻറ്റു 27 നമുക്ക് എഴുതാം. ഒറ്റ റൂട്ട് 12 ഇൻറ്റു 27 എത്രയാണ് നമ്മൾ വരുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12 ഇൻറ്റു 27 324 ആണ് അല്ലേ? റൂട്ട് ഓഫ് 12 ഇൻറ്റു 27 എത്രയാണ്? 324 ആണ്. 324ൻ്റെ റൂട്ട് എത്രയാണ്? ക്ലിയർ ആയിട്ട് എല്ലാവർക്കും അറിയാം. 324 റൂട്ട് എത്രയാണ്? 18 ആണ്. സിമ്പിൾ അല്ലേ? റൂട്ടിനെ ഒരുമിച്ച് നമ്മൾ എഴുതുന്നു. റൂട്ടിനെ നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റുന്നു, ഒരുമിച്ച് തന്നെ എഴുതുന്നു, ആൻസറിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? റൂട്ട് ഓഫ് 1/12 പ്ലസ് റൂട്ട് ഓഫ് 4 റൂട്ട് സെയിം മെത്തേഡ് തന്നെ എഴുതുന്നു. 1/12 ഇൻറ്റു 4/27 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ എഴുതുന്നു? 12 ഇൻറ്റു 27 ഈക്വൽ ഓൾറെഡി 4 ആണ്. 4 എത്രയാണ്? 324 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ റൂട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാമല്ലോ അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് കൊടുക്കാം? സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? റൂട്ട് 4 റൂട്ട് 324 അല്ലേ? അങ്ങനെയാണ് എത്രയാണ്? 2/18 ആയിരിക്കും ആൻസർ. 2/18 വിച്ച് ഈസ് ഈക്വൽ ടു 4ൻ്റെ റൂട്ട് 2 ആണ്, 324ൻ്റെ റൂട്ട് 18 ആണ്. 2/18 വിച്ച് ഈസ് ഈക്വൽ ടു 1/9 ആയിരിക്കും ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ? ആദ്യത്തെ ആൻസർ എത്ര കിട്ടി? 18 കിട്ടി. സെക്കൻഡിൻ്റെ ആൻസർ എത്ര കിട്ടി? 1/9 കിട്ടിയിരിക്കുന്നു. സിമ്പിളായിട്ട് ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ് 2/3 ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ. വീണ്ടും വരയ്ക്കാനുള്ള ഒരു ട്രയാങ്കിളാണ്. ആ രീതിയിൽ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2/3 ഓരോ സൈഡിൻ്റെയും 2/3 ലെങ്ത്ത് വെച്ചിട്ട് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്, താഴെ 9 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. 9 സെൻറ്റിമീറ്ററിൻ്റെ 2/3 ഇതേ ട്രയാങ്കിളിൽ 2/3 വെച്ച് മറ്റൊരു ട്രയാങ്കിൾ നമ്മളോട് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൈഡ് തന്നിരിക്കുന്നു, ഒരു സൈഡ് തന്നാൽ പോരെ. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. സേ എ ബി സി എന്ന ട്രയാങ്കിൾ ആയിക്കോട്ടെ. എ ബിയുടെ ലെങ്ത്ത് തന്നു. എ ബി എത്രയാണ് തന്നിരിക്കുന്നത്? 9 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ? 9 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു എ ബി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2/3 കണ്ടുപിടിക്കണം. 2/3 കണ്ടുപിടിക്കണം വിച്ച് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 2/3 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബേസിൽ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? പുതിയ ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്യുന്നു. ബേസിൽ എടുക്കേണ്ടത് 6 സെൻറ്റിമീറ്റർ ആണ്. XYZ എന്ന ട്രയാങ്കിൾ, പുതിയ ട്രയാങ്കിൾ ഫോം ചെയ്യുന്ന ബേസിൽ 6 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എടുക്കുന്നു. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് 50 ഡിഗ്രിയും 60 ഡിഗ്രിയും എടുക്കാം. ഒന്നും നോക്കണ്ട, നേരെ പൊട്രാക്ടർ എടുക്കുക. പൊട്രാക്ടർ എടുത്ത് വെക്കുക. ഇവിടെ വെച്ചിട്ട് നേരെ 50 ഡിഗ്രി വരയ്ക്കുന്നു. സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കുന്നു 50 ഡിഗ്രി. അതേപോലെ തന്നെ പൊട്രാക്ടർ നേരെ വൈ ആക്സിസിൽ വൈയിൽ വെക്കുന്നു. വൈ എന്ന സംഖ്യയിൽ വെക്കുന്നു. വൈ എന്ന പോയിന്റിൽ വെച്ചിട്ട് ശേഷം വീണ്ടും 60 ഡിഗ്രി നമ്മൾ ഫോം ചെയ്യുന്നു. ആദ്യം 50 ഡിഗ്രി ആയിരുന്നു, രണ്ടാമത് നമ്മൾ എത്ര ചെയ്യുന്നു? 60 ഡിഗ്രി. 60 ഡിഗ്രി ഇങ്ങനെ പോകുന്നു. 60 ഡിഗ്രി. ഇത് രണ്ടും കണക്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ സെഡ് എന്ന് കൊടുക്കുന്നു. ക്ലിയർ ആയിട്ട് 2/3 ആയിട്ട് നമ്മൾ ചുരുക്കി ഒരു ട്രയാങ്കിളിലേക്ക് നമ്മൾ ഫോം ചെയ്യുന്നു. നേരെ പ്രൊട്രാക്ടർ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു, 2/3 വെക്കുന്നു, ചെയ്യുന്നു. വേറെ പരിപാടിയൊന്നുമില്ല. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് എല്ലാവർക്കും ഇത് വരയ്ക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ ഒരു ആൻസർ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ആരും വിട്ടുകളയരുത്. വരയ്ക്കാൻ പറ്റുന്നതൊക്കെ എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒന്നും മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 13ാമത്തെ ചോദ്യം, റൂട്ട് ഓഫ് 3 + 1 ഇൻറ്റു റൂട്ട് ഓഫ് 3 - 1 എത്രയാണ് എന്ന് എ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ബി ക്വസ്റ്റ്യൻ തന്നോ? ബി ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. റൂട്ട് ഓഫ് 3 + 1 ഇൻറ്റു റൂട്ട് ഓഫ് 3 - 1 എത്രയാണ് ആൻസർ? രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നു. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിൽ, ഒരു ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യം പറഞ്ഞു തരാം. എങ്ങനെയാണ്? റൂട്ട് ഓഫ് 3 + 1 ഇൻറ്റു റൂട്ട് ഓഫ് 3 - 1 അല്ലേ?
റൂട്ട് ഓഫ് 3 + 1 × 3 - 1 എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? √3 × √3 3 പ്ലസ് √3 × മൈനസ് √3 × 1 മൈനസ് √3 പ്ലസ് 1 × √3 √3 പ്ലസ് 1 × 1 = 1 അല്ലേ? -1 ഓക്കെ. 1 × -1 -1 3 മൈനസ് √3 പ്ലസ് √3 ക്യാൻസലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര പോവും? 3 - 1 = 2 എന്ന ആൻസറിലേക്ക് നമ്മൾ സിമ്പിളായിട്ട് എത്തുന്നു. അല്ലെങ്കിൽ എല്ലാവരും ഒരു ഐഡൻറ്റിറ്റി പഠിച്ചു വെക്കുക. ഏതാണ് ഐഡൻറ്റിറ്റി? എല്ലാവർക്കും അറിയാം. a + b × a - b = a² - b² ആണ്. a + b × a - b = a² - b². a + b × a - b എന്നൊരു ഫോമിൽ തന്നെയല്ലേ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? a + b × a - b എന്ന ഫോമിലാണ്. a² - b². a എത്രയാണ്? √3 അല്ലേ? √3 the whole square minus 1 square √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. -1 ൻ്റെ സ്ക്വയർ 1 ആണ്. -3 - 1 2 ആണ്. നമ്മുടെ ആൻസർ ഈസി ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തിപ്പെട്ടു. a + b × a - b a² - b² എന്നൊരു ഐഡൻറ്റിറ്റി എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ. 13th ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? അങ്ങനെയാണ് 14th ക്വസ്റ്റ്യൻ പോകാലോ. ഇൻ ദി ഗിവൺ ഫിഗർ ദി റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിൾ ഈസ് 5 സെൻറ്റിമീറ്റർ. ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നു. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ആൻഡ് റേഡിയസ് സ്മോളർ സർക്കിൾ ഈസ് 3 സെൻറ്റിമീറ്റർ. സ്മോളർ സർക്കിൾ 3 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ലാർജർ സർക്കിൾ. ലാർജർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ആ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയയും കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലാർജർ സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ലാർജർ സർക്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? πr² ആണല്ലേ? πr² ആണ്. ആദ്യത്തെ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് തന്നിരിക്കുന്നത് എത്രയാണ്? തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു π × r. എത്ര റേഡിയസ്? 5 സെൻറ്റിമീറ്റർ. 5² ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു π × 25 π ആണ്. എന്തിൻ്റെ ആൻസർ? ഏരിയ ഓഫ് ലാർജർ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 25 π സെൻറ്റിമീറ്റർ സ്ക്വയർ. 25 π സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ലാർജർ സർക്കിൾ. പിന്നെ ചോദിച്ചിരിക്കുന്നു ഫൈൻഡ് ദി ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ അതായത് സെക്കൻഡ് സർക്കിളിൻ്റെയും ആദ്യത്തെ ലാർജർ സർക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് എന്ത്? ഷെയ്ഡഡ് റീജിയനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എത്രയാണ്? ഏരിയ ഓഫ് സർക്കിൾ ലാർജർ സർക്കിൾ. ഏരിയ ഓഫ് ലാർജ് സർക്കിളിൻ്റെ ഏരിയയോട് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. ഏരിയ ഓഫ് സ്മോൾ സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കിട്ടൂലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാർജർ സർക്കിൾ, ഏറ്റവും വലിയ സർക്കിൾ 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഏരിയയിനോട് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ അതായത് 3 സെൻറ്റിമീറ്റർ ഉള്ള ഉള്ളിലെ സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കിട്ടുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ലാർജർ സർക്കിൾ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? എത്രയാണ്? 25 π ആണ്. 25 π ആണ്. മൈനസ് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചില്ല. വിച്ച് സ്മോളർ സർക്കിളിൻ്റെ ഏരിയ എത്രയായിരുന്നു? ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ πr² ആണ്. π × r² എത്രയാണ്? 3² ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 9 π. 9 π ആണ്. 25 π മൈനസ് 9 π ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ആൻസർ വരുന്നത്? 25 π മൈനസ് 9 π വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ? 16 π. 16 π ആണ് എന്ത് ആൻസറായിട്ട് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ 16 π സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പൈയുടെ വാല്യൂ 22/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് കുറച്ചും കൂടെ ആബ്സല്യൂട്ട് ആയിട്ടൊരു ആൻസർ കിട്ടും. പക്ഷേ പൈയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് പൈ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായി? ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലൊരു സ്ക്വയറിൻ്റെ ആണെങ്കിലും അല്ലാതെ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഈ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. 15ാമത്തെ ചോദ്യം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 7x + 2. ഓക്കെ, ഒരു പോളിനോമിയൽ തന്നിരിക്കുന്നു. അതിൻ്റെ
ഇക്വേഷൻ തന്നിരിക്കുന്നത് 7x + 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു പി ഓഫ് 2 എന്താണ്, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പി ഓഫ് 2 നമ്മൾ കണ്ടുപിടിക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 വെച്ച് കൊടുക്കുന്നു അല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പി ഓഫ് 2 എന്താണ്? പി ഓഫ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 7 × 2 + 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 7 × 14 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 16 ആണ് ആൻസർ. മനസ്സിലായല്ലോ? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 7 × 2 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 14 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 16 ആണ് ആൻസർ. സിമ്പിളായിട്ട് നമ്മൾ ആൻസറിലേക്ക് കിട്ടി. നമ്മളോട് രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് പി ഓഫ് 2 + പി ഓഫ് -2? പി ഓഫ് 2 + പി ഓഫ് -2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പി ഓഫ് 2 + പി ഓഫ് -2. പി ഓഫ് 2 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. പി ഓഫ് -2 നമുക്ക് ഇനി കാണണം. പി ഓഫ് -2 എത്രയായിരിക്കും ആൻസർ? 7 × -2 + 2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 7 × -2 എത്രയാണ്? -14 ആണല്ലേ. -14 + 2 എത്രയാണ് ആൻസർ വരുന്നത്? -14 + 2 -12 ആണ്. സിമ്പിൾ, -12 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? പി ഓഫ് 2 + പി ഓഫ് -2. പി ഓഫ് 2 + പി ഓഫ് -2 ആൻസർ എത്ര വരും? 16 ആണ്. 16 + -12 വിച്ച് ഈസ് ഈക്വൽ 16 - 12. ആൻസർ എത്രയാണ് ആൻസറിലേക്ക് വരിക? 4 ആണല്ലേ. 4. സിമ്പിൾ. എല്ലാവർക്കും മനസ്സിലായി. പി ഓഫ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ തന്നെ -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നേരെ ആൻസർ ആഡ് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു 4. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16ാമത്തെ ചോദ്യം. ഇൻ ദ ഗിവൺ ഫിഗർ ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. ഈ ഒരു ട്രയാങ്കിൾ ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? സൈഡ് ആംഗിൾസും, രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 2√2 സെൻറ്റിമീറ്റർ. 2√2 സെൻറ്റിമീറ്റർ, താഴെ 2√2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി ഈക്വൽ ടു ബി സി ഈക്വൽ ടു √5 സെൻറ്റിമീറ്റർ. രണ്ട് സൈഡിലെയും തന്നിരിക്കുന്നു, √5 സെൻറ്റിമീറ്റർ ആണ്. എ ഡി കാണാൻ, അതായത് നടുക്കത്തെ ആ ഒരു ഡയഗണൽ അല്ല, നടുക്കത്തെ ആ ഒരു ഹൈറ്റ് എത്രയാണ് എ ഡി കാണാൻ പറഞ്ഞിരിക്കുന്നു. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് സി ഡി? സി ഡിയുടെ ലെങ്ത് എത്രയായിരിക്കും? അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി? ഹാഫ് ബി എച്ച് വെച്ച് ഹൈറ്റ് വെച്ച് ഏരിയയും കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഡി എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? എ ഡി ആക്ച്വലി ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു കാര്യം നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ, 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നു. റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഹൈപ്പോട്ടന്യൂസ് ഉണ്ടാവും, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. ഹൈപ്പോട്ടന്യൂസ് ഇതാണ്, എ സി ഹൈപ്പോട്ടന്യൂസ് ആണ്. പൈതഗോറസ് തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നു. ഏത് അപ്ലൈ ചെയ്യുന്നത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? എ സി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എ ഡി എന്താണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? എ ഡി എന്താണ്? എ ഡി എന്ന് പറഞ്ഞാൽ 2√2/2 ആണ്. 2√2 ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. 2√2ൻ്റെ /2 ആണ് എന്ത്? എ ഡിയുടെ ലെങ്ത്ത്. വിച്ച് ഈസ് ഈക്വൽ ടു 2√2/2 വിച്ച് ഈസ് ഈക്വൽ ടു √2 സ്ക്വയർ ആണ്. നമുക്ക് കാണേണ്ടത് സി ഡിയുടെ ലെങ്ത് ആണ്. സി ഡിയുടെ ലെങ്ത്ത് കാണണം. അപ്പോൾ എ സി എന്താണ്? √5 ആണ്. √5 സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ √5 സ്ക്വയർ എത്രയാണ്? 5 ആണ്. √2 സ്ക്വയർ എത്രയാണ്? 2 ആണ്. പ്ലസ് ഡി സി സ്ക്വയർ 5 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഈക്വൽ ടു ഡി സി സ്ക്വയർ. അപ്പോൾ ഡി സി എന്താണ്? √3 ആയിരിക്കും ആൻസർ. ഡി സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, √3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. √3 സെൻറ്റിമീറ്റർ ആണ് ഡി സിയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തത്. √3 സെൻറ്റിമീറ്റർ ഡി സി അല്ലെങ്കിൽ സി ഡി ഈക്വൽ ടു √3 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു. എത്രയാണ്? √3 സെൻറ്റിമീറ്റർ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റും എ ഡി നമുക്കറിയാം. എ ഡി എന്താണ്? എ ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ബൈസെക്റ്റ് ചെയ്താൽ അന്നേരം എ ഡി ഈക്വൽ ടു എ ബി ബൈ 2 ആണ് അല്ലേ. എ ബി ബൈ 2 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 2√2/2. 2√2/2 വിച്ച് ഈസ് ഈക്വൽ ടു √2 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ
എ ബി സി എന്ന ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനാണ് പറയുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ഏരിയ എങ്ങനെയാണ്? ഹാഫ് എൽ പ്ലസ് ബി അല്ലേ? ഹാഫ് ഇൻറ്റു എൽ പ്ലസ് ബി അല്ലെങ്കിൽ ഹാഫ് എ പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മൾ 1/2 ഇൻറ്റു എത്രയാണ് നമ്മൾ ആൻസറിലേക്ക് വരിക? എ ബി ഇൻറ്റു സി ഡി അല്ലേ? ഈസ് ഈക്വൽ ടു 2√2 ഇൻറ്റു എത്രയാണ്? √2 അല്ലേ? 2√2 ഇൻറ്റു √3 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യുന്നത് √6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഹാഫ് എച്ച് എ പ്ലസ് ബിയിൽ ആൻസറിലേക്ക് വരുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമ്മൾ കണ്ടുപിടിച്ചു, 2 സൈഡും നമ്മൾ കണ്ടുപിടിച്ചു. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറവും നമ്മൾ യൂസ് ചെയ്തു എന്നത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു പോർഷൻ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. 17ാമത്തെ ചോദ്യം. എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദി ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, ഏത് ഓഡ് നമ്പർ ആണെങ്കിലും നമ്മളതിനെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സബ്സ്ട്രാക്ട് ചെയ്തൊരു രീതിയിൽ ഡിഫറൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയുമെന്ന് പറയുന്നു. ഓക്കെ, 7 = 4² - 3² എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് യൂസിങ് ദി എബവ് ഐഡിയ റൈറ്റ് 13 ആസ് ദി ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 13നെ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 13നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 13 നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് ഡിഫറൻസ് ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 13 = അല്ലേ? 13 എന്ന് പറഞ്ഞിട്ടൊരു പ്രൈം നമ്പറാണ്. 13ന് 1ഉം 13ഉം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഫാക്ടറായിട്ട്. അതേ നമ്പറും 1ഉം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റും? 16നോട് നമ്മൾ 4 കുറച്ചാൽ എത്രയാണ് ആൻസർ വരുന്നത്? 16നോട് 4 കുറച്ചാൽ നമുക്ക് 12 ആണ് വരുന്നത്. 16നോട് 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പറ്റില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് കൊണ്ടുവരാം? 13 = 4² - 3² 2² 4² - 2² എന്ന രീതിയിലേക്ക് നമുക്ക് ആൻസർ 13 നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ രീതിയിലേക്ക് എഴുതാൻ കഴിയുന്നു. ഓക്കെ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 13 സ്ക്വയർ സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ക്വയറിന് എങ്ങനെയാണ് വരയ്ക്കുക? 13 സ്ക്വയർ സെൻറ്റിമീറ്റർ എ സ്ക്വയർ ആണ്. എന്ത്? 13 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ എ സ്ക്വയർ ആണ്. അതാണ് 13 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ സൈഡ്, ഒരു സൈഡാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ആ സൈഡ് എന്താണ്? √13 ആണ്. 13ൻ്റെ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 3.82 സംതിങ് ആണ് നമ്മൾ ഏകദേശം 13ൻ്റെ ഏകദേശം പെർഫെക്റ്റ് സ്ക്വയറായിട്ട് പറയുന്ന സമയത്ത് റൂട്ടായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ വെച്ച് ഒരു സൈഡ് വരയ്ക്കുന്നു. 4 സൈഡും ആ രീതിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ക്വയറിൽ നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കാൻ കഴിയുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ സ്ക്വയർ വരയ്ക്കുക എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ചോദ്യം നമുക്ക് നോക്കിയാലോ. The sum of the ages of Rajan and his son Babu is 60 years. Sum of the ages of Rajan and his son is 60 years. 60 വയസ്സാണ്. After 6 years, age of Rajan becomes 3 times the age of son. 6 വർഷത്തിന് ശേഷം രാജൻ്റെ ഏജ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ ഏജിനേക്കാളും 6 ടൈംസ് ആണ്. വാട്ട് ഈസ് ദി പ്രസൻറ്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ? ഓക്കെ, സം ഓഫ് ഏജസ് ഓഫ് രാജൻ ആൻഡ് ഹിസ് സൺ ബാബു ഈസ് 60 years. ഓക്കെ, എക്സ് ആണ്, രാജനാണ്, വൈ ബാബു ആണ് എന്ന് രാജൻ ആൻഡ് സൺ ബാബു വൈ ആണെന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, രാജൻ എക്സ് എന്ന് എടുക്കുന്നു, ബാബു വൈ എന്ന് എടുക്കുന്നു. സം ഓഫ് ഏജസ് ഓഫ് രാജൻ ആൻഡ് സൺ ബാബു 60. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ = 60 എന്ന് എഴുതി. ഓക്കെ,
ആഫ്റ്റർ 6 ഇയേഴ്സ് 6 വർഷത്തിന് ശേഷം അഥവാ x+6 6 വർഷത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഏജ് ഓഫ് രാജൻ്റെ ഏജ് എന്ന് പറയുന്നത് 6 വർഷത്തിന് ശേഷം, അതായത് y+6 ആണ്. 6 വർഷത്തിന് ശേഷം രാജൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 ടൈംസ് ഏജ് ഓഫ് ഹിസ് സണ്ണിൻ്റെ ഏജിനേക്കാളും 3 ടൈംസ് ആയിരിക്കും രാജൻ്റെ ഏജ് എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദി പ്രസൻറ്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ? എക്സും വൈയും കാണാനാണ് നമ്മളോട് പറയുന്നത് ഇപ്പോഴുള്ള ഏജ്. അങ്ങനെയാണെങ്കിൽ x+6 നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? x+6 = 3y + 18 എന്ന് എഴുതാം. x - 3y = -12 = 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇതിനെ ഈ ഒരു പോളിനോമിയൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു x ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി പ്രസൻറ്റ് ഏജസ്? ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് ഏജസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? 3 ടൈംസ് ആണ് വന്നിരിക്കുന്നത്. ഏജ് ഓഫ് രാജനും അതേപോലെ തന്നെ സണ്ണിൻ്റെ ഏജ് വന്നിരിക്കുന്നത് എത്രയാണ്? x - 3y = 12 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഇക്വേഷനായിട്ട് എടുക്കുക, ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷനെ കൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് -3y ആണ്. അതേപോലെ തന്നെ എക്സ് ഫസ്റ്റ് ഇക്വേഷനോട് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. എക്സ് എന്ന വാല്യൂ അവിടെ പോയി അല്ലേ? എക്സ് എന്ന വാല്യൂ പോയി. വൈ -3y എന്നാൽ y+4y ആവും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു x + y = 60 മൈനസ് x - 3y = എത്രയാണ്? 12 അല്ലേ? 12. അങ്ങനെയാണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസറിലേക്ക് വരുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്രയാണ് ആൻസർ? എക്സും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? y -3y എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, +4y ആണ് അല്ലേ? = 60നോട് 12 കുറച്ചാൽ എത്രയാണ് വരുന്നത് ആൻസർ? 48. വെരി ഗുഡ്, 48 ആണ് വരുന്നത്. അപ്പോൾ y = 48/4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 12 ആണ് ആൻസർ അല്ലേ? y 12 കിട്ടി. ബാലുവിൻ്റെ വയസ്സ് എത്രയാണ്? 12 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ രാജൻ്റെ വയസ്സ് എത്രയായിരിക്കുന്നു? ബാലുവിൻ്റെ വയസ്സ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു അല്ലേ? ദാറ്റ് മീൻസ് x പ്ലസ് ബാലുവിൻ്റെ വയസ്സ് 12 ആണ് =60 ആണ്. ദാറ്റ് മീൻസ് x = രാജൻ്റെ പ്രായം എത്രയാണ്? 60 - 12 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 48 ഇയേഴ്സ്. 48 ഇയേഴ്സ് ആണ് രാജൻ്റെ പ്രായം. 48ഉം 12ഉമാണ് പ്രസൻറ്റ് ഏജസ് ഓഫ് രാജൻ ആൻഡ് ഹിസ് സൺ ബാബു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ നമ്മൾ ഗിവൺ കണ്ടീഷൻസ് വെച്ച് ഫോം ചെയ്യുന്നു, അതിനുശേഷം തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് ആഡിങ്ങും സബ്സ്ട്രാക്റ്റിങ്ങും ചെയ്ത ആൻസറിലേക്ക് എത്തുന്നു, പ്രസൻറ്റ് ഏജസിലേക്ക് എത്തുന്നു. ഇൻ കേസ് 6 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണെങ്കിൽ ക്ലിയർ ആയിട്ട് 6 എന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ ഏജിൻ്റെ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. 19th ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC ഈസ് 4 മീറ്റേഴ്സ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡും 3 സൈഡും ഈക്വൽ ആണ് അല്ലേ? 3 സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് BD ആൻഡ് AD. BDയും ADയുടെയും ലെങ്ത് BD അതേപോലെ തന്നെ AD. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AD ഈസ് പെർപെൻഡിക്കുലർ ടു BC എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ BD ഫൈൻഡ് ചെയ്യുന്നത്? ഓൾറെഡി നടുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ BD ഓൾറെഡി 2 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ പ്രിപ്പൻഡിക്കുലർലി കട്ട് ചെയ്യുന്നു 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഹൈറ്റ് വരുന്നത്? പൈതഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ? പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വരുന്നത്? AB² = BD² + AD². AB² ഓൾറെഡി നമ്മൾക്കറിയാം എത്രയാണ്? 4² ആണ്. BD² എത്രയാണ്? 2² ആണ്.
എ ഡി സ്ക്വയർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. എ ഡി എത്രയാണെന്നാണ് നമുക്ക് കാണാൻ പറഞ്ഞത് അല്ലേ. എ ഡി സ്ക്വയർ 4 × 4 16 ഈക്വൽ ടു 4 പ്ലസ് എ ഡി സ്ക്വയർ ആണ്. എ ഡി സ്ക്വയർ എന്താണ് അപ്പോൾ? എ ഡി സ്ക്വയർ ഈക്വൽ ടു 16 - 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 12 ആണ്. എ ഡി എന്താണ്? ഈക്വൽ ടു √12 സെൻറ്റിമീറ്റർ. എ ഡി എത്രയാണ്? √12 സെൻറ്റിമീറ്റർ. എ ഡി നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓൾറെഡി ബി ഡി 2 സെൻറ്റിമീറ്റർ ആണെന്ന് അതും ഫൈൻഡ് ചെയ്തു. 2 സെൻറ്റിമീറ്റർ √12 സെൻറ്റിമീറ്റർ ആണ്. സിമ്പിളായിട്ടല്ലേ പറയാൻ പറ്റുന്നില്ലേ? ഈക്വലായിട്ട് ട്രയാങ്കിൾ വരുന്ന സമയത്ത് 3 സൈഡും ഈക്വലാണ്. സോ എത്രയാണ് ഒരു 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ, അതേപോലെ തന്നെ √12 എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കുന്നു ഈക്വലായിട്ട് ട്രയാങ്കിൾ വെച്ചിട്ട്. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ.